2.5 മണിക്കൂർ നീണ്ടുനിന്ന പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം നടൻ സിദ്ദിഖിനെ വിട്ടയച്ചു. നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ച് സിദ്ദിഖ്. നടിയെ ജീവിതത്തിൽ കണ്ടത് ഒരു തവണയെന്നും മസ്കോട്ട് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടില്ലെന്നും അന്വേഷണ സംഘത്തിന് മുൻപാകെ സിദ്ദിഖ് മൊഴി നൽകി. അതേസമയം ഈ മാസം 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നടൻ സിദ്ദിഖിന് നോട്ടീസ് നൽകിയത്. വിവരശേഖരണത്തിനാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ ഭാഗമായ കൺട്രോൾ സിറ്റി സെന്ററിൽ 2.5 മണിക്കൂർ നീണ്ട വിവരശേഖരണം നടന്നത്. നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിക്കുകയായിരുന്നു സിദ്ദിഖ്. ഇന്ന് വിട്ടയച്ച സിദ്ദിഖ് 12-ാം തീയതി വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. ഈ സമയത്ത് തനിക്കെതിരെ പീഡന പരാതി ഉന്നയിച്ച നടിക്കെതിരായ വാട്സപ്പ് ചാറ്റുകൾ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. ഈ മാസം 22-നാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.